നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ, ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിന്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ ഡോക്ടർ നിന്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ചു തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിലെ നോൻപ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും നോൻപ് ജീവിതത്തിലാണ്. മറ്റേത് കാലഘട്ടങ്ങളെക്കാളും എല്ലാ സമൂഹങ്ങളിലും ഇപ്പോഴ് ഉടമ്പടി എടുത്ത് അനുതാപത്തോടെയും അനുരഞ്ജനത്തോടെയും ആത്മാഭിഷേകത്തോടെയും ജീവിക്കുന്ന ഒരു പുളിമാവ് പോലത്തെ ഒരു ചെറിയ ഘടകം ലോകം മുഴുവനുണ്ട്. ഇവർ ലോകത്തെ പൊളിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോഴേ അവിടുത്തെ അച്ഛൻ വികാരിച്ചൻ മെജോച്ചൻ ഞാൻ ചിക്കാഗോയിൽ ധ്യാനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എന്നെ വിളിച്ചത് ധ്യാനിപ്പിക്കാൻ. അതിന് കാരണം അച്ഛൻ്റെ ഇടവകയിൽ 45 കുടുംബങ്ങൾ ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി എടുത്തവരുടെ ജീവിത രീതികളും അച്ഛൻ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞത്, ഇനി ഉടമ്പടി ധ്യാനം കഴിയുമ്പോൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ബാധ്യത കൂടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഉടമ്പടി ജീവിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ഇരട്ടിയായിരുന്നു. അച്ഛൻ നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് സഭയോടും ദൈവജനത്തോടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് ശരിയുമാണ്. ശരിക്കും പറഞ്ഞത് ചില അച്ഛന്മാരുടെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടും. അവർക്ക് കുമ്പസാരിപ്പിക്കാൻ താല്പര്യമില്ലയോ അഭിഷേകം ഇല്ലാതിരിക്കുക എന്ത് വിഷയമാണ്. അതിന് ഉടമ്പടിയുടെ പുറത്തും അത് എടുത്തവരുടെ മേലും കുതിര കയറിക്കൊണ്ട് അവർ ഒഴിവാക്കും. പക്ഷേ ഈ അച്ഛനായി മെജോ അച്ഛൻ അങ്ങനെയല്ല. മെജോ അച്ഛൻ പറഞ്ഞത്, ഞങ്ങളുടെ ബാധ്യത കൂടി ഇനി അത് ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ജനങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജനങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സ്വർഗീയ ദർശനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവക വികാരിമാർ അങ്ങനെ പറയും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും മെജോ അച്ഛനെയും അവിടെ ഉടമ്പടി എടുത്ത് ജീവിച്ച ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ല ജീവിത രീതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഉടമ്പടി ഒരു ധ്യാനമല്ല, ഒരു ജീവിത രീതിയാണ്. ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക, അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഈ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൻപ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിൽ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാവും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ലേ, എത്ര പുതച്ചാലും വിറച്ചോണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പം നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. ഞാൻ ദിവസങ്ങളിൽ പള്ളിയിൽ പറയായിരുന്നു, അതായത് നോൻപെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്ന് പറയണത്, നമ്മൾ ഇടവ പള്ളിയോട്ട് പോകുന്നു, അപ്പനും മക്കളും എല്ലാവരും കൂടി. അപ്പോൾ പലർക്കും നടക്കാനുള്ള ശേഷി പലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സുകാരും 4 വയസ്സുകാരും ഒക്കെ
നമ്മുടെ കയ്യെപ്പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് അവർ പുറകിലായി പോകും. അവരത് ഇതുമായി കണ്ട് പൂ കണ്ടും പുഷ്പം കണ്ടും ഒക്കെ നിൽക്കണത്, കിള്ള നോക്കണത്, പൂ തുമ്പിയെ കണ്ട് അതിൻ്റെ പുറകെ പായപ്പെടുത്തി നിൽക്കണൊക്കെയാണ് സംഭവം. പക്ഷെ അവർ പുറകിലായി പോകും. അപ്പോഴെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പുറകിലായി പോയാൽ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരവിടെ നിൽക്കും. ആ മക്കൾ സ്വന്തമായിട്ട് നടന്ന് അവരുടെ ഒപ്പം എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും സ്നേഹത്തോടെ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന നോൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹപ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തകളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം. അത് നമ്മുടെ തന്നെ ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അപ്പം അതല്ലേ നമ്മൾ പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറയത്തില്ലേ? പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്നിലായി പോയ അനുതാപകാലത്തല്ലേ, മുൻപ് കാലത്ത് ആത്മീയ ജീവിതത്തില് നമ്മളുടെ അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുറകിലായി പോയാൽ നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു പങ്കുണ്ട് അവിടെ. എന്താണ്? നമ്മൾ ദൈവത്തോട്, കർത്താവെ എനിക്ക് കരകയറാൻ പറ്റണില്ല, എനിക്ക് ഈ നോൻപുകാലത്തിന്റെ ചൈതന്യത്തിന് ഒപ്പം എത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുന്നിലാക്കിയെന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത്. അപ്പൊ കർത്താവാണ് നമ്മളെ മുന്നിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അനുദപിക്കാനുള്ള അനുഗ്രഹം എന്ന് പറയിച്ചിരിക്കും. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ദൈവം പ്രദാനം ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. ഇപ്പൊ കലാപറക്കുന്നവരെപ്പോൾ ഞാൻ പിന്നിലായി പോയി, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും മുന്നേ എത്താൻ സഹായിച്ചെന്നാണ്. അപ്പൊ ഇൻ കേസ് അത്യാവശ്യ ജീവിതത്തിൽ നീ പുറകിലായി പോയി എങ്കിൽ നീ പ്രാർത്ഥനയിലെ, പരിശ്രമത്തിലെ, പ്രത്യാശയിലെ കർത്താവിന് തിരുസന്നിധിയിൽ കർത്താവെ എന്നെ നോൻപിന്റെ അരൂപിയായി അഭിഷേകം ചെയ്യണമേ, നഷ്ടപ്പെട്ട ആധ്യാത്മിക ചൈതന്യം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഒപ്പമെത്താൻ കഴിയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.